ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഈ ഒരു പവർ മെഷീൻ വാങ്ങിക്കുക എന്നത്. അപ്പോൾ ഒടുവിൽ അത് സാധിച്ചിട്ടുണ്ട്. ജാക്കിൻ്റെ പവർ മെഷീൻ തന്നെ വേണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ നമ്മൾ ഈ ഒരു മെഷീൻ വാങ്ങിച്ചിട്ടുള്ള കടയിലെ ആൾക്കാർ തന്നെയാണ് നമുക്ക് വന്ന് ഈ മെഷീൻ എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അവർ ഇതിൻ്റെ ഗൈഡൻസ് ഒക്കെ തന്നിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഉഷ ജനോമിയുടെ ഈ ഒരു മെഷീനായിരുന്നു. കൂടാതെ നമ്മുടെ സാധാ തയ്യൽ മെഷീനും ഉഷയുടെ തന്നെ സാധാ തയ്യൽ മെഷീനും എൻ്റെ കയ്യിലുള്ള 3 മെഷീൻസും ഞാൻ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരാൾക്ക് എന്തിനാണ് ഇത്രയും മെഷീനെന്ന്. എന്തോ ആദ്യമായിട്ട് വാങ്ങിച്ച മെഷീൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഉഷയുടെ സാധാ സ്റ്റിച്ചിങ് മെഷീൻ ഞാൻ അത് കളഞ്ഞിട്ടില്ല. ഞാനത് ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഞാൻ രണ്ടാമത് വാങ്ങിച്ചത് ഉഷയുടെ ജനോമി മെഷീനായിരുന്നു. അതും ഞാനിപ്പോൾ ലോക്കിങ്ങിനും ബട്ടൺ വെക്കാനും ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വാങ്ങിച്ച പവർ മെഷീനാണ് നമുക്ക് കൂടുതൽ സമയം ലാഭകരം. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ സമയത്തൊക്കെ എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടത് ഈ ഒരു പവർ മെഷീൻ ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു പവർ മെഷീനിൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു കിഡ്സ് വെയർ ഐറ്റം ആയിരുന്നു. നമുക്ക് സാധാരണ വീട്ടിലൊക്കെ ഇടാനായിട്ട് പറ്റിയ തരത്തിലുള്ള ഒരു കോട്ടൺ ഫാബ്രിക് വെച്ചിട്ടുള്ള ആ ഫാബ്രിക്കാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഫാബ്രിക് വെച്ചിട്ട് ഒരു ഡെയിലി വെയർ ഐറ്റം ഔട്ട്ഫിറ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻറ്റ് വരുന്നത് ഇലാസ്റ്റിക് വരുന്ന ടൈപ്പ് ഒരു നോർമൽ പലാസോ പാൻറ്റ് മോഡലിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പ് വരുന്നത് താഴ്ഭാഗത്ത് ഒരു ചെറിയ പ്ലീറ്റൊക്കെ കൊടുത്തിട്ട് ഒരു നോർമൽ ടോപ്പ് പോലെ ഒരു ക്രോപ്പ് ടോപ്പ് പോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. താഴെ കാണുന്ന ആ ഒരു ഫോട്ടോ റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. കസ്റ്റമറിൻ്റെ ഫോട്ടോ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്.